ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഞാൻ പാകിസ്ഥാനിലെ ഓരോ പ്രതികരണങ്ങളും നോക്കുകയായിരുന്നു. ആ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ ഒന്ന്, 3 Indian jets and 1 Indian drone shot down by Pakistan. Pakistan has victimly retaliated against Indian aggression എന്നുള്ളതാണ്. പാകിസ്ഥാൻ സിന്ദാബാദ്, അല്ലാഹ് അക്ബർ എന്ന് പറഞ്ഞൊക്കെയുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ, അതും അവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഈ ഉണരുമ്പോൾ, ഇന്നിപ്പോൾ പുലർച്ചയായി കഴിഞ്ഞു, സമയം 5:53 ഇന്ത്യൻ സമയം, 6 മണിയോട് അടുക്കുകയാണ്. അപ്പോൾ ഉണർന്നു കഴിയുമ്പോൾ പാകിസ്ഥാനിലെ ജനതയെ സംബന്ധിച്ചോളം അവർക്ക് എത്തുന്ന കനത്ത തിരിച്ചടിയാണ്. അവർക്ക് സൈന്യത്തിനേൽക്കുന്ന ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇടചേർന്ന് കിടക്കുകയാണ്. ടെററിസ്റ്റ് എന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവിടുത്തെ സൈന്യത്തിന്റെ കൂടപ്പിറപ്പാണ് ഈ ടെററിസ്റ്റുകൾ, ഈ പറയുന്ന ഭീകരവാദികൾ. അവർക്ക് ഏൽക്കുന്ന മുറിവാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരുപാട് നറേറ്റീവുകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ലോക സമൂഹത്തിന് മുൻപിൽ വെക്കാനുള്ള സാധ്യത, ലോക സമൂഹത്തിന് മുൻപിൽ അറിയിക്കാനുള്ള സാധ്യത, ഞങ്ങളുടെ സിവിലിയൻസിനെ കൊലപ്പെടുത്തി, ഞങ്ങളുടെ കുറച്ച് ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ പാവപ്പെട്ട ആളുകൾ കൊലപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോക സമൂഹത്തെ അറിയിക്കാനുള്ള, ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമോ? അത് ഇന്ത്യ പ്രതീക്ഷിക്കണോ? അഭിമാനപൂർവ്വം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പാകിസ്ഥാന് ഇത് കറുത്ത പുലരിയാണ്. അതുകൊണ്ട് അങ്ങനെയല്ല സംഭവിച്ചത്. തങ്ങൾക്ക് ലഭിച്ചത് തിരിച്ചടിയല്ല, മറിച്ച് തങ്ങൾ ആക്രമണകാരിയെ തുരത്തി എന്ന ഒരു ഫോൾസ് നറേറ്റീവ് കൊടുക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. ഇവിടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലും ഡ്രോണോ വിമാനങ്ങളോ താഴെ പോകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം കടന്നു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ അതിർത്തി ഭേദിക്കാതെ തന്നെ, അതിർത്തിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 200 കിലോമീറ്റർ വരെ എയർ ടു ലാൻഡ് മിസൈലുകളുണ്ട്. അപ്പൊ ആ മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് വളരെ ഉള്ളിൽ കടന്നു കയറി ലഹോർ പോലെയുള്ള സ്ഥലങ്ങളിൽ കടന്നു കയറി ആക്രമണം നടത്തിയത്. ഏറിയൽ ബോംബാർഡ്മെന്റ് ആണ് എങ്കിൽ പോലും അത് ഇന്ത്യയുടെ എയർ സ്പേസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കപ്പലുകളിൽ നിന്ന് ഉൾപ്പെടെ കടന്നു വരുന്ന ക്രൂസ് മിസൈലുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയുടെ ഡ്രോണുകളോ വിമാനങ്ങളോ മറ്റ് സന്നാഹങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് പാകിസ്ഥാൻ ജനത ഇപ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഷോക്കിൽ നിന്ന് ഭാഗികമായെങ്കിലും മോചനം നേടണമെങ്കിൽ ഇന്ത്യക്ക് ഞങ്ങൾ ചില പ്രഹരങ്ങൾ ഏൽപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തിന്റെ മുഖം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. സൈനിക ഹെഡ് ക്വാർട്ടേഴ്സിന് വളരെ സമീപം തന്നെ ആക്രമണം നടന്നു. അതിന് ഉള്ളിൽ ആ ഭാഗത്ത് തന്നെയാണ്, ലഹോറിന് അടുത്ത് തന്നെയാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്നത്. ആ ലഷ്കർ ഭീകരനെ വിവിധ ലെയറുകളിലുള്ള സുരക്ഷാ കവചം ഒരുക്കി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചതും കേട്ടതും കണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ ആ മടയിൽ കയറി പ്രതിയോഗിയെ അല്ലെങ്കിൽ സൈന്യം താലോലിച്ചു വളർത്തുന്ന ഭീകരവാദികളെ അവരുടെ മടയിൽ കയറി അടിക്കാൻ ധൈര്യം കാട്ടി എന്ന് പറയുമ്പോൾ സൈന്യത്തിനും തീവ്രവാദികൾക്കും ഒരുപോലെ മുഖം നഷ്ടപ്പെടുകയാണ്. അപ്പൊ രാഷ്ട്രീയ നേതൃത്വത്തിന് എത്ര പറഞ്ഞാലും ഇത് ന്യായീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെയുള്ള ഏക മാർഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക. കുറെ പേരെങ്കിലും വിശ്വസിക്കാറുണ്ടാകും. മോഹൻ വർഗീസ്, നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും മുറിവുണങ്ങിയോ? നമ്മുടെ 26 നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, ഒരുപാട് പേര് സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഈ തീവ്രവാദികൾ, ഈ തീവ്രവാദ വേട്ട, അതിനേറ്റ ഏറ്റവും വലിയ രീതിയിൽ, കാരണം നഷ്ടമാണ് എല്ലാ കാലവും നമുക്കറിയാം. ആ മരിച്ചുപോയവർ, ആ നമ്മുടെ രക്തസാക്ഷികൾ, ധീരന്മാർ, അവർ തിരിച്ചു വരില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഒരു ആത്മാഭിമാനമുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയം, നമ്മുടെ രാജ്യം, നമ്മുടെ നെഞ്ചകം, നമ്മുടെ ഉള്ള് പിടപ്പ്, ഇതിനൊക്കെ ഏറ്റ മുറിവിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ പരുവപ്പെടുത്തി ഒന്ന് മുറിവ് മായ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? തീർച്ചയായും സിന്ദൂരം, മാഞ്ഞ സിന്ദൂരം, അത് വീണ്ടും അണിയിക്കാനാവില്ല. എങ്കിൽ പോലും അതിന്റെ ഓർമ്മകൾ, മാഞ്ഞുപോയ സിന്ദൂരം, തങ്ങളുടെ ഭർത്താക്കന്മാർ, ഹിന്ദു സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ സിന്ദൂരം മായ്ക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ മാഞ്ഞുപോയ സിന്ദൂരത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി തട്ടി ഉണർത്തിക്കൊണ്ട് ഒരു പ്രതികാര നടപടി, പ്രതീകാത്മകമായ മറുപടി എന്ന നിലയിൽ അവരുടെ 26 പേരുടെ, ഈ 26 പേരുടെയും 25 പേരാണ് മരിച്ചത്. ഒരാള് സഞ്ചാരി, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാശ്മീർ കാശ്മീർ പ്രദേശത്ത് നിന്ന് കടന്നു വരുന്ന ഒരു ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ഫാമിലി, അവർ തീർച്ചയായും അവരോടാണ് രാജ്യത്തിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. അത് പ്രതികാരം ചെയ്തിരിക്കുന്നു, അവെഞ്ച് ചെയ്തിരിക്കുന്നു.
അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുമ്പോൾ എത്രത്തോളം മനോഹരമായ ഒരു കാര്യമാണ്. സിന്ധു എന്ന നദിയുമായി റൈം ചെയ്യുന്ന പേരാണ് സിന്ധു നദി, അല്ലെങ്കിൽ ആ ഒരു ഭാരതത്തിൽ ഉദ്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദി സിന്ധു, അതുമായി ബന്ധപ്പെട്ട്. അത് മാത്രമല്ല സിന്ദൂരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിന്റെ ആ ഒരു ടൈറ്റിൽ, കോഡ് നെയിം എന്ന് പറയുമ്പോൾ തങ്ങളുടെ ജീവിതത്തിന്റെ അത്താണിയായിരുന്ന പുരുഷന്മാരെ മതം പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് വധിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയപ്പോൾ എവിടെ നിന്നാണോ ആക്രമണം കടന്നു വരുന്നത് ആ കേന്ദ്രങ്ങളിൽ അത് ലഷ്കർ ഇ തൊയ്ബയും അവരുടെ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ റെസിസ്റ്റൻസ് ഫ്രണ്ടുമായിരിക്കാം ആക്രമണം നടത്തിയത്. പക്ഷേ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ അൻസാറും ഹർക്കത്തുൽ മുജാഹിദീനും എല്ലാം തന്നെ ടെറർ നെറ്റ്വർക്കിന്റെ ഏകോദര സഹോദരങ്ങൾ തന്നെയാണ്. അവരുടെ തലപ്പത്ത് നിൽക്കുന്നത് സൈന്യമാണ്. സൈന്യത്തിന്റെ ജനറൽ അസിം മുനീറാണ്, ISI ആണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവരെ വേറിട്ട് കാണാനാവില്ല. അതുകൊണ്ട് പ്രഹരം എന്ന് പറയുമ്പോൾ സൈന്യത്തിന്റെ മുഖത്താണ് ഇപ്പോൾ അടിയേറ്റിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളല്ല ആക്രമിച്ചത് എന്ന് അവകാശപ്പെടുമ്പോഴും സൈന്യത്തിന് നേരെ കിട്ടിയ ഒരു പ്രഹരമാണ്. അതുകൊണ്ട് സിന്ദൂരം വീണ്ടും പുനർജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് വേവ് 1 ശ്രീ മോഹനൻ പിള്ള സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വേവ് നമ്പർ 1 അതിനുള്ള റിറ്റാലിയേഷൻ ഉണ്ടാകൽ മൾട്ടിപ്പിൾ വേവ്സ് ആർ ഇൻ ദ ഓഫിംഗ്. ഇന്ത്യൻ സൈന്യത്തിന് അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള വിൽ പവർ ഉണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന് അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്. വീണ്ടും വീണ്ടും തിരമാലകൾ പോലെ ഈ വേവുകൾ ആക്രമിക്കാം. അടുത്ത പ്രാവശ്യം മറ്റ് ടാർഗറ്റുകളാകാം. അതുകൊണ്ട് എസ്കലേഷൻ മോഡിലേക്ക് നീങ്ങാതിരുന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മറുപടി കൊണ്ട് അത് അവസാനിക്കും. ബാലാക്കോട്ട് സംഭവിച്ചത് അങ്ങനെയാണ്. അതിനുശേഷം ബാലാക്കോട്ട് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് കാര്യമായ തിരിച്ചടികൾ ഉണ്ടായില്ല എന്ന് അത് അവിടെ ഡൈ ഡൗൺ ചെയ്യുകയാണ്. ഇവിടെ പാകിസ്ഥാന് കൂടുതൽ ആഴത്തിൽ, ബാലാക്കോട്ടിനേക്കാൾ കൂടുതൽ ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നു പാകിസ്ഥാന്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ, വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 30-ലധികം കാഷ്വാലിറ്റി, അതിലെ ഒരുപക്ഷെ ഭീകരരും സൈനികരും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 55 പേരാണ് ആകെയുള്ള കാഷ്വാലിറ്റിയായി പറയപ്പെടുന്നത്. അതിന് സ്ഥിരീകരണങ്ങൾ വരാറുണ്ട്. ആഭ്യന്തരമായി ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം, ആഭ്യന്തരമായി ഒരു ആക്രമണം നടന്നു എന്ന കാര്യം പാകിസ്ഥാൻ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അംഗീകരിച്ചിരിക്കുന്നു.